നമസ്കാരം. ഞാൻ 2019 കോളേജ് കഴിഞ്ഞിറങ്ങിയത്. അത് കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്ത് പഠിക്കണമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം PSC ഉണ്ടായിരുന്നു, SSC ഉണ്ടായിരുന്നു, ബാങ്ക് ഉണ്ടായിരുന്നു. പണ്ട് മുതലേ ഇംഗ്ലീഷ് കുറച്ച് പാടായതുകൊണ്ട് ബാങ്കും പിന്നെ SSC അങ്ങ് ഒഴിവാക്കി ഞാൻ പിന്നെ റെയിൽവേയിലോട്ട് ഇറങ്ങി. NTPCയുടെ എക്സാമാണ് മെയിനായിട്ട് നോക്കിയത്. അത് 2022 വരെ എക്സാം നീണ്ടുപോയതുകൊണ്ട് അവസാനം അതിൻ്റെ ടൈപ്പിംഗ് ഒക്കെ പോയി, അതങ്ങ് കിട്ടിയില്ല. പിന്നെ അടുത്ത SSC മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണമെന്നുള്ള തീരുമാനത്തിൽ SSC നോക്കി തുടങ്ങി. അതിൻ്റെ ഇടയിൽ 2021 MTS സെലക്റ്റായി. അതിൻ്റെ അപ്പോയിൻമെൻ്റൊക്കെ ആയപ്പോൾ 2023 ആയി. അങ്ങനെ 2021 എല്ലാ പ്രാവശ്യവും CGL അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പ്രിലിംസും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മെയിൻസ് അങ്ങോട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ MTS ആയിട്ട് 1 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് പിന്നെ CGL അങ്ങനെ പഠിക്കാനുള്ള ടൈം അങ്ങനെ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ സന്ദേശ് സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഇങ്ങനെ പഠിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്താലോ എന്ന് ഇങ്ങനെ സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് ഞാൻ 2021 MTS 2024 ജൂലൈ 31 റിസൈൻ ചെയ്തിട്ട് പിന്നെ CGL പഠിക്കാൻ വേണ്ടി ഇറങ്ങി. എന്തായാലും ഈ തവണ CGL എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്തു. അടുത്ത ഈ 2024 CGL ടാക്സ് അസിസ്റ്റൻ്റായിട്ട് സെലക്ട് ആയിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് നന്ദി പറയേണ്ടത് സന്ദേശ് സാറിനെയും പിന്നെ ടീംമേറ്റ്സ് ഫാക്കൽറ്റിയും തന്നെയാണ്. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഷാജി സാറ്. എനിക്ക് റീസണിങ് കുറച്ച് പാടായിട്ടുള്ള ക്രിട്ടിക്കൽ റീസണിങ് ആയിരുന്നു. ഞാൻ സാറിൻ്റെ ക്ലാസ് കണ്ടിട്ട് നല്ല രീതിക്ക് ഡൗട്ട് ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്ന് ഡൗട്ട് ചോദിച്ചാലും അന്ന് തന്നെ സാറ് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. അതുകൊണ്ട് അതും നല്ല ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പിന്നെ നൈറ്റ് ആകുമ്പോൾ അധികം പഠിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നൈറ്റ് ടീംമേറ്റ്സ് കളിക്കുന്ന കിസ്സസ് ആയാലും നല്ല ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. ബാക്കി വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു.